ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ മക്കളെയും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ജീവിത ശൈലിയിൽ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് എല്ലാ മക്കൾക്കും ഒരു നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളുമുണ്ട്. ഒരു കുടുംബജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമുക്കതിൽ ഏതെല്ലാം രീതിയിലാണ് പൈശാചിക ശക്തികൾ നമ്മുടെ കുടുംബത്തിന് വെല്ലുവിളിയാകുന്നതും, ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴും, ഏതെല്ലാം രീതിയിലാണ് പൈശാചികത നമ്മെ വേട്ടയാടുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്ന പല അവസരങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചില കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഏത് രീതിയിലാണ് എങ്ങനെയാണ് നമ്മൾ നടക്കേണ്ടതെന്നും നമുക്കറിയാൻ പറ്റാത്ത സാഹചര്യങ്ങളുമുണ്ട്. നമ്മൾ എങ്ങനെ ജീവിച്ചാലാണ് നമുക്ക് കൂടുതൽ ആത്മീയതയിലേക്ക് നടന്ന് നീങ്ങുവാൻ പറ്റുന്നതെന്ന് നമുക്ക് എത്ര ചിന്തിച്ചാലും നമുക്ക് അത് സാധിക്കാത്ത വഴികളുമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുടുംബം തകർക്കുന്ന കെണികളെക്കുറിച്ചിട്ടാണ്. ഇന്നത്തെ ദിവസം ഞാൻ പറയാൻ പോകുന്ന കുടുംബത്തെ തകർക്കുന്ന സാത്താൻ്റെ കെണികളെക്കുറിച്ച് ഭൂതോച്ചാടകനായ ഫാദർ അംബ്രോജിയ വില നൽകുന്ന മുന്നറിയിപ്പുകളാണ്. അംബ്രോജിയ എന്ന് പറഞ്ഞ ഫാദർ വില നൽകുന്ന മുന്നറിയിപ്പുകളാണ് പറയുന്നത്. പ്രാർത്ഥനയിൽ നമ്മെ പിന്തിരിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്. പ്രാർത്ഥനയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് സാത്താൻ്റെ ആദ്യത്തെ കെണി. പ്രാർത്ഥനയിൽ നിന്ന്, പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിച്ചു കൊണ്ടാണ് സാത്താൻ കുടുംബത്തെ ആദ്യം വിഭജിക്കുന്നത്. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിച്ച് മാറ്റിക്കൊണ്ട് കുടുംബ പ്രാർത്ഥന പഠിക്കുന്ന സമയത്ത് സാത്താൻ ഏതെങ്കിലും രീതിയിലുള്ള കെണികൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് സാത്താൻ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ മക്കളുള്ള വീട്ടിലാണെങ്കിൽ മക്കൾ തമ്മിലുള്ള വഴക്കായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങളായിരിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ പോയിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് പലവിധ അസ്വസ്ഥതകൾ, ശാരീരികമായ പ്രശ്നങ്ങൾ, നമുക്ക് തലവേദന എടുക്കും, അങ്ങനെ ഇങ്ങനെ ചുമ്മാ നമുക്ക് കോട്ടുവായി വിടുന്ന അതൊക്കെ പൈശാചികതയുടെ ഒന്നാമത്തെ ലക്ഷണങ്ങളാണ്. കാരണം നമ്മൾ ഒരു ജപമാല നമ്മൾ കയ്യിലെടുത്താൽ നമുക്കത് പഠിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പൈശാചികതയുടെ ഒന്നാം ഘട്ടമാണ്. അത് കാരണം നമുക്ക് പ്രാർത്ഥിച്ച് ഒരു ജപമാല ഒരു 15 മിനിറ്റ്, മാക്സിമം പോയി ഒരു 20 മിനിറ്റ് എടുക്കുന്ന ഒരു ജപമാല പോലും നമുക്ക് പഠിച്ച് മുഴുവേറ്റാൻ പറ്റില്ല എന്നുള്ളത് സാത്താൻ്റെ ഏറ്റവും വലിയ കെണിയാണത്. കാരണം സാത്താൻ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ ഏതെല്ലാം രീതിയിൽ വിഭജിപ്പിക്കാം എന്നുള്ളത്. അപ്പം നമുക്ക് തലവേദന എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെ നമുക്ക് പഠിക്കാമെന്ന് ആലോചിച്ച് നമ്മൾ പോയി കിടക്കും. പക്ഷെ അത് തന്നെ സാത്താൻ്റെ ഏറ്റവും വലിയ കെണിയാണ്. കുടുംബത്തെ ആദ്യം വിഭജിക്കുന്നത് മുൻകാലങ്ങളിൽ പതിവായിരുന്നത് പോലെ പല കുടുംബങ്ങളും ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നില്ല. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ എല്ലാവരും പ്രാർത്ഥനയിൽ, സന്ധ്യാസമയമാകുമ്പോൾ പ്രാർത്ഥനയിൽ പെട്ടെന്ന്, ഇപ്പം മുതിർന്നവരാണെങ്കിലും ജോലിയിലായിരിക്കുന്നവരാണെങ്കിലും പെട്ടെന്ന് തന്നെ കുടുംബ പ്രാർത്ഥന സമയമാകുമ്പോൾ നമ്മുടെ പള്ളിയിൽ തിരുന്താ അടിക്കുമ്പോൾ തന്നെ വീട്ടിൽ വന്ന് കൊന്ത പഠിക്കാറും കുരിശ് പഠിക്കാറും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആരും ആ സമയം പോലും ഓർത്തിരിക്കുകയോ, അല്ലെങ്കിൽ പള്ളിയിലൊന്ന് മണിയടിക്കുമ്പോൾ ജസ്റ്റ് ഒരു പിതാവിനും പുത്രനും വെച്ചൊന്ന് കുരിശ് വരയ്ക്കാൻ പോലും ആരും ഈ കാലഘട്ടത്തിൽ ഓർക്കാറ് പോലുമില്ല. അടുത്ത രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് വ്യക്തിവാദമാണ്. കുടുംബത്തിനെതിരായ പിശാചിൻ്റെ രണ്ടാമത്തെ ആക്രമണം വ്യക്തിവാദമാണ്. സാത്താൻ ഈ മനോഭാവത്തെ പലതരത്തിൽ വളർത്തുന്നു. ഉദാഹരണത്തിന്, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പരുഷവും വേദനാജനകവുമായ വാക്കുകൾ സംസാരിക്കുന്ന വിധത്തിലുള്ള വാദങ്ങൾ അവൻ വളർത്തുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ പങ്കാളിയോട് ആലോചിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടും മറ്റൊരാളുടെ അവകാശങ്ങൾ പരിഗണിക്കാതെ സ്വന്തം അവകാശങ്ങൾ ശക്തമായി സംരക്ഷിക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അത് പിശാചിൻ്റെ രണ്ടാമത്തെ കെണിയാണ്, വ്യക്തിവാദം. ആദ്യം നമ്മൾ പറഞ്ഞത് പ്രാർത്ഥനയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കും എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തത് വ്യക്തിവാദം. വ്യക്തിവാദം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹസ്ബൻഡിനും വൈഫിനും ഇപ്പോൾ ജോലി കാണും. പക്ഷേ ഹസ്ബൻഡിൻ്റെ സാലറിയിൽ നിന്ന് എന്ന് വെച്ചാൽ സ്വന്തമായി സെൽഫിഷ് ആയിട്ടുള്ളൊരു മൈൻഡ്, അതായത് എൻ്റെ സാലറി, എൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു പേർക്കും തമ്മിലൊരു യോജിപ്പില്ലാതെ, ഒരു സഹകരണ മനോഭാവം ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരിത്. അപ്പോൾ അവിടെ ആദ്യം പ്രവർത്തിക്കുന്നത് സാത്താൻ്റെ കെണിയാണ്. കാരണം സാത്താൻ രണ്ടുപേരെയും പിന്തിരിപ്പിക്കാനാണ് ഈ ഒരിത് ചെയ്യുന്ന. പരസ്പര
ദാമ്പത്യ ബോധത്തോടുകൂടി ജീവിക്കുന്ന ജീവിത പങ്കാളികളാകുമ്പോൾ പരസ്പരം അവർക്ക് കിട്ടുന്ന സാലറി കാര്യങ്ങൾ അവർ പങ്കുവെക്കാനും കുടുംബത്തിന് വേണ്ടി ഇന്ന കാര്യങ്ങൾക്ക് ഇന്നതൊക്കെ നമുക്ക് ഉപയോഗിക്കാം, സാമ്പത്തികമായി ഉപയോഗിക്കാം എന്നുള്ളത് തീരുമാനമെടുക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ സ്വന്തമായി നിലപാടെടുക്കുകയും പരസ്പരം യോജിപ്പില്ലാതെ വിയോജിപ്പ് കാണിക്കുകയും ചെയ്യുന്ന ദമ്പതികളിൽ കൂടുതലും സാത്താൻ്റെ ഇടപെടലാണ്. അവർ വ്യക്തിവാദം ഉന്നയിക്കും. എനിക്ക് ഇത്രയും സാലറി കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ ആരാ അങ്ങനെയൊക്കെ തുടങ്ങി പല ജീവിതങ്ങൾ പല രീതിയിൽ മുറിപ്പെട്ടു പോകാറുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ തെറ്റായ ലൈംഗികതയാണ്. അശ്ലീല സാഹിത്യം, അവിശ്വസ്തത തുടങ്ങിയവയിലൂടെ ലൈംഗിക അശുദ്ധി വളർത്തിക്കൊണ്ട് സാത്താൻ കുടുംബങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു. അശ്ലീലമായ സാഹിത്യങ്ങൾ നമ്മൾ ഫോൺ വഴി പലതും കാണാറും കേൾക്കാറുമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഫോൺ തുറന്നാൽ തന്നെ അശ്ലീലകരമായ കാര്യങ്ങളാണ്. റീല് ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ അശ്ലീലം പിടിച്ച റീലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ദിവസം കാണാറുള്ളൂ എന്ന് വേണം ഇവ ചുരുക്കി പറയാൻ. പിന്നെ അവിശ്വസ്തത, വിശ്വാസമില്ലായ്മയാണ്. പിന്നെ തുടങ്ങിയവയിലൂടെ ലൈംഗിക അശുദ്ധി വളർത്തിക്കൊണ്ട് സാത്താൻ കുടുംബങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണ്. എന്നുവെച്ചാൽ അവിശ്വസ്തത ഉണ്ടാകുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ സംശയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവർ പരസ്പരം ഭിന്നിക്കുകയും അവർക്ക് പരസ്പരം സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാളെ വേറെ രീതിയിൽ സംശയിക്കേണ്ടി വന്നാലും പരസ്പരം അവർ സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ അത് വഷളാവുകയും പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് തെറ്റായ ലൈംഗികതയിലുള്ള പ്രശ്നങ്ങളാണ്. ഇതെല്ലാം സാത്താൻ മൂന്നാമതായി കുടുംബത്തെ തകർക്കാൻ നോക്കുന്ന മൂന്നാമത്തെ കെണിയാണത്. ഫാദർ സാൻഡെ ബബ്ലിൻ എന്ന മറ്റൊരു ഭൂതോച്ചാടകൻ വെളിപ്പെടുത്തിയ സത്യം ഫാദർ വില്ല ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ ഭൂതോച്ചാടനത്തിനിടെ സാത്താൻ ഇപ്രകാരം പറഞ്ഞത്രേ: ഭാര്യയും, അതായത് ഫാദർ സാൻഡെ ബബ്ലിൻ എന്ന മറ്റൊരു ഭൂതോച്ചാടകൻ വെളിപ്പെടുത്തിയ സത്യം, അതായത് ഫാദർ വില്ല ഓർമ്മിപ്പിക്കും. വില്ല എന്ന് പറഞ്ഞ ഒരു ഫാദർ പറയുകയാണ്, ഒരിക്കൽ ഭൂതോച്ചാടനത്തിനിടെ, അതായത് ഭൂതോച്ചാടനം നടത്തുന്നതിനിടെ സാത്താൻ ഇപ്രകാരം ആ ഫാദറിനോട് പറഞ്ഞു: ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുന്നതിനെ ഞാൻ വെറുക്കുന്നുവെന്ന്. അതായത് ഭാര്യയും ഭർത്താവും സ്നേഹിക്കുന്നതിനെ പിന്നെ സാത്താൻ വെറുക്കുന്നു. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും സ്നേഹിക്കുന്നിടത്ത് സാത്താൻ പല വിധത്തിലുള്ള കെണികൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ കുടുംബം തകർക്കാനായിട്ട് സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന 3 കെണികളാണിത്. ഒന്നാമത്തേത് പ്രാർത്ഥനയിൽ നിന്ന് നമ്മെ മുറിപ്പെടുത്തി മാറ്റുക, അതായത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പല വിധത്തിലുള്ള തടസ്സങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റുക. രണ്ടാമത്തേത് വ്യക്തിവാദം, എനിക്കിതുകൊണ്ട് ഞാൻ അങ്ങനെ ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ പറയാറുണ്ടല്ലോ. അത് സാത്താൻ്റെ രണ്ടാമത്തെ കെണിയാണ്. പിന്നെ അടുത്ത മൂന്നാമത്തത് തെറ്റായ ലൈംഗികത. സ്വന്തം ഭർത്താവ് ഉണ്ടായിട്ടും ഭാര്യ ഉണ്ടായിട്ടും മറ്റൊരാളോടുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയും മറ്റൊരാളുമായി പല വിധത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും എല്ലാന്നുണ്ടെങ്കിൽ ഭർത്താവിനോടും ഭാര്യയോടും പരസ്പര രീതിയിലുള്ള ഒരു താല്പര്യം തോന്നാതിരിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് പറയുന്നത്. പിന്നെ അടുത്തത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മെ അൾത്താരയുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഭാര്യയും ഭർത്താവുമായി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം യോജിപ്പിച്ച ബന്ധമാണ്. ഒരിക്കലും ആർക്കും അത് വേർപെടുത്താനുള്ള അവകാശം ഈ ഭൂമിയിലില്ല. കർത്താവിനല്ലാതെ അത് ആർക്കും വേർപെടുത്താനുള്ള അവകാശമില്ല. പക്ഷേ ആ നിലയ്ക്ക് നമ്മളത് വേർപെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അത് ദൈവഹിതമല്ല, അത് മനുഷ്യഹിതമാണ്. അത് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റുമാണ്. ആ തെറ്റിനുള്ള പരിണിത ഫലം വളരെ വലുതുമായിരിക്കും. അൾത്താരയുടെ മുമ്പിൽ നമുക്കൊരു ജീവിത പങ്കാളിയെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവമാണ് നമ്മുടെ നടുക്ക് നിന്ന് നമ്മളെ യോജിപ്പിക്കുന്നത്. ആ ബന്ധം ഒരിക്കലും ഈ ജീവിത അവസാനം വരെയും, നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ തീരുന്ന ആ നാൾ വരെയും നമുക്ക് ദൈവം കൽപ്പിച്ച് തന്ന ആളുമായി നമ്മുടെ ജീവിച്ച് തീർക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇതാണ് നമ്മുടെ കുടുംബം തകർക്കുന്ന 3 കെണികളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാം. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ച് പരിഹരിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയോടൊപ്പം ചേർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിച്ച് മനസ്തപിച്ച് നമ്മൾ ഇതുപോലെയുള്ള എന്തെങ്കിലും തെറ്റുകളിൽ നമ്മൾ ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈശോ ക്ഷമിക്കുന്നവനാണ്. ഈ ലോകത്ത് ക്ഷമിക്കുന്നവനായിട്ട് ഈശോ മാത്രമേ ഉള്ളൂ. ഈശോയുടെ സ്നേഹം, ഈശോ സ്നേഹിക്കുന്നവനാണ്. നമ്മൾ എന്ത് പാപം ചെയ്താലും ഈശോയുടെ മുമ്പിൽ ചെന്ന്
കുമ്പസാരിച്ച് കുർബാന എടുക്കുന്നതിലൂടെ നമ്മുടെ പാപം മായ്ക്കപ്പെടുന്നു. അതിലൂടെ നമുക്ക് ഈശോയുടെ കരുണ നമുക്ക് ലഭിക്കും. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ പാപത്തിൽ ഉൾപ്പെട്ട മക്കൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്തപിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ഈശോയോടൊപ്പം ചേർന്ന് നടക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.